സ്വാഗതം ശർമാജി. നമസ്കാരം. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. നവമിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷപരമായി വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എനിക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രശസ്തിയിലേക്ക് നയിക്കുന്ന യോഗങ്ങളുണ്ടോ എന്നാണ്. ഞാൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് നവമി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മോഹിക്കുന്നൊരു കാര്യമാണ്. അതെ. ഇതിനകത്ത് ഗ്രഹനിലപ്രകാരം നവീനിക്ക് കലാരംഗം തന്നെയാണ്. കലാരംഗം എന്ന് പറയുമ്പോൾ ഒരു നിക്ഷിപ്ത ഏതെങ്കിലും ഒരൈറ്റം മാത്രം എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം കാലങ്ങൾ കഴിയും തോറും ഏത് ഫീൽഡിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു, അറിയാമല്ലോ. അതിനകത്ത് കലാരംഗങ്ങളിലും അനവധി മാറ്റങ്ങളിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ മാസമോ അല്ലെങ്കിൽ ഓരോ ആഴ്ചയും കഴിയുമ്പോൾ നമ്മൾ അറിയുന്നില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു 50 കൊല്ലം 100 കൊല്ലം മുമ്പ് കലാരംഗം കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പം അത് ജനിച്ച് അവരത് കാണുകയാണ് എന്ന് സങ്കല്പിക്കുക. ഒത്തിരി വ്യത്യാസങ്ങൾ വരും. പഴയ കാലത്തെ ഒരു 100 കൊല്ലം മുമ്പ് അടുക്കളയിൽ വന്നിരുന്ന അമ്മമാർ ഇന്നിപ്പോൾ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ഒരു സംഗതി ടിക്ക് എന്ന് വെച്ചോണ്ട ഗ്യാസ് വന്നു പേടിക്കുന്നു. പണ്ട് കൊതുമ്പും കോഞ്ഞാട്ടയും അല്ലെ അറക്കപ്പൊടിയും മണ്ണെണ്ണ സ്റ്റൗവും ഒക്കെ ആയിരുന്നു, അല്ലെ വിറവും ഒക്കെ ആയിരുന്നു. ആ കാലത്ത് നിന്ന് മാറി ആഹാരം വെച്ച ഉടനെ അത് ഓവനിനകത്തേക്ക് വെച്ചു. അന്ന് അങ്ങനെയില്ല. അതുപോലെ തന്നെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അന്ന് അങ്ങനെയില്ല. ഒരു ചട്ടിയും കലവുമൊക്കെ കാണും. അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മളായിരിക്കുന്നതും കാര്യങ്ങളും മൊത്തം അടിപൊളി മാറ്റം എന്ന് പറഞ്ഞ പോലെ ഈ മോക്ക് ഹംസമഹായോഗമുണ്ട്. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം. ജലക്രീഡകളൊക്കെ നടത്തി അങ്ങനെ മറ്റുള്ള മനുഷ്യരുടെ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അരയന്നത്തിന് അതിൻ്റെ സൗണ്ടിന് പ്രത്യേകതയുണ്ടെന്നാണ്. ശബ്ദം, ആ ശബ്ദത്തിലാണ് കൂടുതലും. പിന്നെ അതിന് അഴകും പ്രത്യേകതയുണ്ട്. മറ്റ് കശ്മീര സ്വഭാവങ്ങളൊന്നുമില്ല. ജലക്രീഡ നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ തടാകങ്ങളിലും മറ്റുമൊക്കെ വളരെ കൗതുകകരമാണ്. അപ്പോൾ ഇങ്ങനെ ഹംസമഹായോഗമുള്ളവരുടെ കണ്ഠത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ശബ്ദശാസ്ത്രം, ഹാസ്യകഥാപ്രകടനം, അനുകരണം, പിന്നെ ധന്യരാം ചിത്രകാരന്മാരും ഏതെങ്കിലും ഒരു വസ്തുവിനെ അതേപടി പകർത്തി വരച്ചു വെക്കുക. പഴയ കാലത്തെ ചിത്രമല്ല, എന്നാൽ കാർട്ടൂണാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അങ്ങനത്തെ പുതിയ പുതിയ ഐറ്റം വന്നുകൊണ്ടിരിക്കും. ധന്യരാം ചിത്രകാരന്മാരും നൃത്തങ്ങളും അതിൻ്റെ പടിപടിയായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നൃത്തത്തിനും മറ്റുമൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മളത് അഡോപ്റ്റ് ചെയ്യുന്നു. നൃത്തങ്ങളും മറ്റുമൊക്കെ നമ്മുടെ നൃത്തങ്ങൾ മദാമ്മമാരും ഒക്കെ വന്ന് ജമ്മൻകാരും ഒക്കെ വന്ന് പഠിച്ചുകൊണ്ട് പോകുന്നു. കഥകളിയും മോഹിനിയാട്ടവും ഒക്കെ. അവിടുന്ന് കാബറയും അങ്ങനെയുള്ള കാര്യങ്ങളും സുബ്ബായും ഒക്കെ നമ്മുടെ ഇവിടെ പ്രാവർത്തിക വന്നു കഴിഞ്ഞു. അപ്പോൾ പുതിയ പുതിയ നൃത്യങ്ങളും അതുപോലെ ആർട്ട് സംബന്ധമായ കാര്യങ്ങളും ശബ്ദശാസ്ത്രങ്ങൾ അനുകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള കലാരംഗത്ത് സഹോദരി തെളിഞ്ഞ് വരും. ഒരു 21 വയസ്സ് മുതൽ ക്രമേണ തെളിഞ്ഞ് 27-നും 30-നും മധ്യേ ഇവളുടെ ഭാഗ്യകാലം ഉദിപ്പതും. ഭാഗ്യം ലക്കി സ്റ്റാഷ് ടു ഹെൽപ്പ് 27, 28, 29, 30 ഈ കാലങ്ങൾ കൊണ്ട് തെളിഞ്ഞു വരും. ഏതെങ്കിലും ഒരു കലാപ്രസ്ഥാനം അതിനൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും. ഹംസമഹായോഗം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കുകയില്ല, ഒരു ഗ്രൂപ്പാണ്. ഹംസങ്ങൾ, അരയന്നങ്ങൾ തടാകത്തിൽ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് 10, 20, 30 അരയന്നങ്ങളായിട്ടൊക്കെ ഒരു ചേരിതിരിഞ്ഞാണ് പോകുന്നത്. അല്ല, ഒരു ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ശബ്ദശാസ്ത്രം, അനുകരണശാസ്ത്രം, ഹാസ്യകലാപ്രകടനം, അതിൻ്റെയൊക്കെ പുതിയ പുതിയ പേര് തന്നെ നവമി എന്നാണ്. നവം എന്ന് വെച്ചാൽ പുതിയത് എന്നർത്ഥം. എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കലാരംഗങ്ങളാണ്. അതുപോലെ തന്നെ ശരീര കലകൾ കൊണ്ട് ആംഗ്യവിക്ഷേപങ്ങൾ. ഇപ്പം തന്നെ നമ്മൾ വാർത്തയൊക്കെ വായിക്കുമ്പം ഇപ്പറേ ഒരാൾ ആംഗ്യം കാണിക്കുന്നില്ലേ, അത് കണ്ടാൽ അറിയാവുന്ന ആളുകളുണ്ട്.
നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അതായത് ബധിരർക്ക് ഊമർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പ്രത്യേകമായിട്ട്. അതുപോലെ തന്നെ കലാരംഗങ്ങളിലും പ്രത്യേക നിശ്ചലം ആയിട്ടുള്ള കാര്യങ്ങളും ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കണ്ടു ഒരു പ്രോഗ്രാം. അതിനകത്ത് പ്രത്യേക ഒരു രീതിയാണ് ആ കലാരംഗം കാണുന്നത്. ഡാൻസാണോ മോഹിനിയാട്ടമാണോ ഇതൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഇതിൻ്റെ എല്ലാ അംശങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അതിന് പ്രത്യേക ബാക്ക്ഗ്രൗണ്ടുകളും ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ രീതികളിലേക്ക് അഭിനയമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. എന്നാൽ ഇല്ല, അതിനകത്ത് അതുമുണ്ട്. ഇങ്ങനെ ഇലക്ട്രോണിക്കൽ കമ്പ്യൂട്ടർ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പടം വര, കാർട്ടൂൺ, ഹാസ്യം, ശബ്ദശാസ്ത്രം, അനുകരണം ഇങ്ങനെയുള്ള രീതികളിൽ പോകാം. ഒരു സംഘത്തിൻ്റെ തലപ്പത്ത് എത്തിച്ചേരും. ഒരു സംഘമായി പ്രവർത്തനങ്ങളുണ്ടാവും. പഴയകാലത്ത് നാടക ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ. അതുപോലെ തന്നെ ഹംസമഹായോഗം, അതുപോലെ തന്നെ നീചഭംഗ രാജയോഗം, അനഭ, സുനഭ, ദുരിതുര ഇത്യാദി യോഗങ്ങളും 21 വയസ്സ് മുതൽ 27-30 മധ്യേ ടോപ്പിൽ വരും. പരിശ്രമിക്കുക, കൂടുതൽ സിദ്ധിയാക്കുക ഉള്ള കഴിവുകൾ. ഇപ്രകാരമൊക്കെ പേരും പ്രസിദ്ധിയൊക്കെ ആകുമ്പം ഒന്നുമല്ല കത്തെഴുതുക, അല്ലെങ്കിൽ ഞങ്ങൾ അറിയും വെളിയിൽ. അതെ. നന്ദി, നമസ്കാരം.